വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ഒരു ചതിയുടെ കഥയാണ്. ചില ബാങ്കുകൾ നമ്മളോട് കാണിക്കുന്ന നെറുകേടിൻ്റെ കഥയാണ്. നമ്മൾക്കത് അനുഗ്രഹമായിട്ട് തോന്നുമെങ്കിലും പൊസിഷന് വേണ്ടി നല്ലപോലെ തയ്യാറെടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കതൊരു ശാപമായി വരുന്ന പല സിറ്റുവേഷൻ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അതുപോലത്തെ ഒരു ചതിയാണ്. ചതി ഇല്ലെങ്കിൽ വഞ്ചന. അതിന് നമ്മളും കൂടെ കാരണക്കാരാണെന്ന് തന്നെ ഞാൻ പറയും. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. നമ്മളിന്ന് കടന്നു പോകുന്നു. 2 നോട്ടിഫിക്കേഷൻ വന്നു. ഒന്ന് SBI PO നോട്ടിഫിക്കേഷൻ വന്നു, ഒന്ന് SBI CBO നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അതുവഴി SBI ട്രെയിനിങ് എടുത്തു വരുന്ന കുട്ടികളോട് ചെയ്യുന്ന ചതി വഞ്ചനയുടെ കഥയാണ് നമ്മളിന്നിവിടെ ചുരുളഴിയിക്കാൻ പോകുന്നത്. നമുക്കതിലേക്ക് കടക്കാം. നിങ്ങളിന്ന് എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഇന്ത്യയിലെ പ്രമുഖമായൊരു ദിനപത്രത്തിൽ വന്ന വാർത്തയാണ്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് നോക്കാം. ഇത് ബാങ്ക് ഉദ്യോഗാർത്ഥികൾക്ക് വളരെയേറെ പ്രതീക്ഷകൾ നൽകിയ, ഈ വർഷം ആദ്യം തന്നെ 1 മാസം മുമ്പ് എന്ന വാർത്തയാണ്. ബാങ്ക് ഉദ്യോഗാർത്ഥികൾ തുള്ളിച്ചാടി ഈ വാർത്ത കണ്ട്. നോക്കാം. SBI, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI to hire 18,000 ഓഫീസേഴ്സ്. ഓഫീസേഴ്സ് മീൻസ് ഇൻക്ലൂഡിംഗ് ക്ലർക്ക് ആൻഡ് ഓഫീസേഴ്സ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 26. ലാർജസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇൻ എ ഡിക്കേഡ്, സെയ്സ് ദെയർ ചെയർമാൻ CS Setty. ഇതായിരുന്നു ആ വാർത്ത. താഴേക്ക് നോക്കുമ്പോൾ കാണാം 18,000 പേഴ്സണൽ. ഇവിടെ 18,000 ഓഫീസേഴ്സിനാണ്, അത് പേഴ്സണലാണ്. അതിനകത്ത് എന്ത് പറഞ്ഞു? 13,500 to 14,000 ക്ലറിക്കൽ ആൻഡ് 3,000 പ്രൊബേഷണറി ആൻഡ് ലോക്കൽ ഓഫീസേഴ്സ് ആൻഡ് 1,600 സിസ്റ്റം ഓഫീസേഴ്സ്. സോ ഈ വാർത്ത പലരും, പല സൈറ്റുകളും, പല യൂട്യൂബ് ചാനലും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കുട്ടികളെ വിളിക്കുന്നു. നോക്കി എത്രമാത്രം വേക്കൻസിയാണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ SBI വന്നത് 560 വേക്കൻസി, 600 വേക്കൻസി വന്നതിൽ അവരാകെ എടുത്ത് 505 പേരെയാണ് എടുത്തത്. അതിൽ നിന്ന് ഇതായി ഇപ്പോൾ എത്ര വേക്കൻസി വന്നു? 3000 വേക്കൻസി വന്നു എന്ന് കൊട്ടിഘോഷിച്ചു. SBIയുടെ കുഴപ്പം കൂടെ ഒന്നും അല്ല കേട്ടോ, ഈ വാർത്തയെ വളച്ചൊടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. കുട്ടികളിൽ അമിതമായ പ്രതീക്ഷകൾ കൊടുത്തു. 3000 PO വരിക എന്ന് പറഞ്ഞാൽ കുട്ടികൾ അതിനും മാത്രം ആഹ്ലാദിക്കും. കാരണം ഇത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് SBI PO എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം പൂവണിയാൻ ഇത്രയും വേക്കൻസി വരുമ്പോൾ തനിക്ക് എന്തുകൊണ്ടും പറ്റും എന്നവർക്കൊരു ഇതിലേക്ക് വരും അതിനകത്ത്. പക്ഷേ അവർ ചെറിയ ചില കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു തൊഴിൽ വീതിയോ എന്താണെങ്കിലും എടുത്ത് വായിക്കുക. നമ്മൾ വായിക്കുമ്പോൾ SBIയിൽ വൻ അവസരം എന്നായിരിക്കും അവർ പറയുന്നത്. ഒറ്റ ഹെഡിങ് കാണുമ്പോഴേ കുട്ടികൾ 21 വയസ്സ് തൊട്ട് 30 വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. വായിച്ച് താഴോട്ട് വരുമ്പോഴായിരിക്കും അറിയുന്നത് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് വേണം. ഇങ്ങനെ പറ്റിക്കുന്ന രീതിയാണ് പല യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ ഇന്നവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളിതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നോക്കുന്നത്. സോ ഈ വാർത്ത കണ്ട് ലഹരി പൂണ്ട, ഇല്ലെങ്കിൽ ഈ വാർത്ത കണ്ട് അമിതാവേശത്തിലായ വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കി SBI ഇന്നലെ PO നോട്ടിഫിക്കേഷൻ വന്നു. POയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ SBIയുടെ POയുടെ വേക്കൻസി 540. എത്ര പ്രതീക്ഷിച്ച് നിന്നു കുട്ടികൾ? 3000 പ്രതീക്ഷിച്ച് നിന്ന സ്ഥാനത്ത് വന്നത് 500 + 40. 500 വേക്കൻസി, 40 കഴിഞ്ഞ വർഷത്തെ ബാക്കി ഇനി എടുക്കാനുള്ളത്. ഇതാ അവസ്ഥ. അപ്പോൾ പറഞ്ഞതെന്താ, പ്രവർത്തിക്കുന്നതെന്താ? SBIയുടെ കുഴപ്പമല്ല കേട്ടോ, ഞാനത് പിന്നെ പറയാം. SBI നമുക്ക് മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ ആ വാർത്ത ശരിക്കും വായിച്ചെങ്കിൽ, വായിച്ചെടുക്കുന്ന യൂട്യൂബ് ചാനൽസ് എന്താ അറിയോ, കുട്ടികൾക്ക് അമിത പ്രതീക്ഷകൾ കൊടുക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. നമുക്ക് എന്താണ് ഇതിലെ കുഴപ്പം പറ്റിയത് എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഇവിടെ എന്താ കുഴപ്പം പറ്റിയെന്ന് ചോദിച്ചാൽ, ഈ ഒരു കാര്യം കൂടെ അവർ വായിച്ചില്ല. SBI 2 ദിവസം മുമ്പേ, അല്ലേ ഒരാഴ്ച മുമ്പേ വേറൊരു പോസ്റ്റിന് വിളിച്ചു. ഇറ്റ് ഈസ് CBO, സർക്കിൾ ബേസ് ഓഫീസർ. അതിൻ്റെ വേക്കൻസി എത്രയാണെന്നറിയോ? 2600. അത് സർക്കിൾ ബേസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ട്രെയിനിങ് എടുക്കുന്ന കുട്ടികൾക്ക് പോയി എഴുതാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ, ഇൻക്ലൂഡിങ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്, നിങ്ങൾ കാണുന്ന ഏത് ബാങ്കിലും സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഏത് ബാങ്ക്, ഇൻക്ലൂഡിങ് ICICI, HDFC, ഏത് ബാങ്കിലും വർക്ക് ചെയ്ത്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് വർക്ക് ചെയ്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ്, 2 years എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ആസ് എ PO 2 വർഷം PO ആയിട്ട് ജോലി ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ആ ടെസ്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ആ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയാം.
സോ ഇവിടെയാണ് അബദ്ധം പറ്റിയത് മൊത്തം. CBO വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എത്രയേ ഉള്ളൂ? 540. നോക്കിയേ, 2600 540 കൂടെ ഏകദേശം എത്രയായി? 3000 ആയി. അവർ പറഞ്ഞ സംഖ്യയായി. ആളുകൾ ഇത് നോക്കിയിട്ടില്ല. ഇത് ലോക്കൽ ഓഫീസറാ. CBO എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതായത് അപ്ലൈ ചെയ്യുന്ന സർക്കിളിൽ ലോക്കൽ ലാംഗ്വേജ് അവർക്ക് അറിഞ്ഞിരിക്കണം. അതിനെയാണ് അവർ ലോക്കൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിത് മാത്രം കണ്ടു, പ്രൊബേഷണറി ലോക്കൽ ഓഫീസർ. കാരണം LBOCയുടെ എല്ലാ ബാങ്കുകളിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്യുവർലി എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയാണ്. SBI ഇങ്ങനത്തെ ചതികളൊക്കെ ചെയ്യും. അതുകൊണ്ട് കുട്ടികൾക്ക് അമിത ആവേശം കൊടുത്തു പോകരുത്. ഇങ്ങനത്തെ ഒരു ബാങ്ക്, ഇന്ത്യയിലെ തന്നെ എല്ലാവരാലും വിശ്വസിക്കപ്പെടുന്ന ഒരു ബാങ്ക് നമ്മളോട് കാണിച്ച ചതി, അത് നമ്മൾ മറക്കാതിരിക്കുക. എല്ലാ വർഷവും നിങ്ങൾ ഇനി ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. SBIയുടെ കാര്യങ്ങൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ അവർ പറഞ്ഞാലും ന്യൂസ് പേപ്പറിൽ പറഞ്ഞാലും അതിൻ്റെ 4/1 മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മളിനി കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി പതുക്കെ നോട്ടിഫിക്കേഷനിലേക്ക്. എല്ലാവരും പലയിടത്തും നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു പൊക്കോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം CBO സർക്കിൾ ബേസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. വെറുതെ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വിളിച്ചു കൂവി ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കിടക്കാം. സർക്കിൾ ബേസ് ഓഫീസർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ബാങ്കിൽ 2 വർഷത്തെ PO ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് നടത്തുന്ന ടെസ്റ്റാണ്. ഇവിടെയും ടെസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, സ്ക്രീനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ലോക്കൽ ബേസ് ഓഫീസറും കൂടെ ആണ് ഇവർ. സോ ഇവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും കൂടെ കാണും. അതുകൊണ്ട് ആ ലോക്കൽ പ്രൊഫഷ്യൻസി, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവർ സെലക്ട് ആകത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. മെയിൻ കാരണം CBO അധികം കുട്ടികളില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലും വേണ്ടത് PO. എന്നാൽ നിങ്ങൾ CBOയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ അവസരങ്ങൾ ആരാണ് തട്ടിയെടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. രജിസ്ട്രേഷൻ 95 9/5 തൊട്ട് തുടങ്ങി പറഞ്ഞില്ലേ? 9/5 മുതൽ 29 വരെ. ഞാൻ പറഞ്ഞില്ലേ 9-ാം തീയതി ഇത് വിളിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇപ്പോൾ POയും വിളിച്ചു. അപ്പോൾ അവരുടെ വേക്കൻസികളെല്ലാം അവരെ ഫില്ലാക്കി. ദെൻ ജൂലൈയിൽ അത് കാണും. ഏകദേശം 20-ാം തീയതിയോടുകൂടി പ്രിലിംസ് കാണും. അല്ല, ടെസ്റ്റ് ഒറ്റേ ഉള്ളൂ, പ്രിലിംസ് ഇല്ല, ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. സോ അത് ജൂലൈയിലേക്ക് കാണാനാണ് ചാൻസ്. പിന്നെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ സർക്കിളിലും എത്ര വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് കേരളം മാത്രം നോക്കാം. കേരളത്തിൽ 90 നിങ്ങൾ കാണുക. അതിലേക്ക് 2600 വേക്കൻസിയാണ്. 2600 വേക്കൻസി ടോട്ടൽ കണ്ടില്ലേ? 2600 വേക്കൻസിയാണ് CBOയ്ക്ക് ഉണ്ടാകുന്നത്. സോ വേക്കൻസി നമ്മൾ കണ്ടു. ബാക്കി കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ നോക്കാം. 1 സർക്കിൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത്, നമുക്ക് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് എന്ത് അക്കാഡമി ഇതുണ്ടോ, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, സാധാരണ ഉള്ളതുപോലെ തന്നെ ഇത്. ഏജ് ലിമിറ്റ് ഉണ്ട്, നോട്ട് ബിലോ 21 ഇയേഴ്സ്. 21 താഴെ പോകരുത്. അതങ്ങനെ പറ്റും? 21 താഴെ ആരെങ്കിലും പോവോ? POയ്ക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വരുമ്പോൾ അവന് സ്വാഭാവികമായി 24-25 വയസ്സ് കാണും. ആൻഡ് നോട്ട് അബവ് 30 ഇയേഴ്സ്. അപ്പോൾ 21 വയസ്സൊന്നും അതിൻ്റെ ഒരു ഇതല്ല അതിനകത്ത്. ദെൻ അപ്പർ ലിമിറ്റ് സാധാരണ ഉള്ളതുപോലെ തന്നെ നമ്മുടെ റിലാക്സേഷനും കാര്യങ്ങളുമൊക്കെ അവിടെയുണ്ട്. ദെൻ ഇവിടെയാണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങളുടെ സംശയങ്ങൾ വരുന്നത് ഇവിടെയാണ്. സാധാരണ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ ഇതാണ് നിങ്ങളിലേക്ക് വരുന്നത്. എക്സ്പീരിയൻസ്. മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ്. പോസ്റ്റ് എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അതായത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇതും വേണം താനും. പോസ്റ്റ് എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൂടാതെ നിങ്ങൾക്ക് 2 ഇതും കൂടെ വേണം. അതായത് പോസ്റ്റ്, അത് കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ആ സോൺ
minimum 2 years experience as on 3/4/2025 ആസ് ആൻ ഓഫീസർ, അതായത് 30/4/2025 പൂർത്തിയായിരിക്കണം. ആസ് ആൻ ഓഫീസർ ഇൻ എനി ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓർ എനി റീജിയണൽ റൂറൽ ബാങ്ക്, RRB, കേരള ഗ്രാമീൺ ബാങ്ക് ആയാലും മതി. ലിസ്റ്റഡ് ഇൻ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതാണ് നിങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ SBI കൂടുതൽ വേക്കൻസി എന്തിനു കൊടുത്തു? ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കൊടുത്തു. പഠിക്കുന്ന നമ്മൾ മണ്ടന്മാരായി തീർന്നുകൊണ്ടേയിരിക്കുന്നു അതിനകത്ത്. ദെൻ സോ അവരെന്ത് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിന് താഴെ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടെ. എന്ത് പറഞ്ഞിട്ടുണ്ട്? ലോക്കൽ ഓഫീസറാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് നോക്കാം. The candidates applying for vacancies in a particular circle should be proficient in any one of the special opted local language of that circle. ആ സർക്കിളിലെ ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ ലോക്കൽ ബേസ്ഡ് ഓഫീസർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് അവരെടുത്തേക്കുന്നത്. CBO ഉണ്ട്, LBO ഉണ്ട്. അപ്പോൾ SBI ഇനി LBO വിളിക്കുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വെക്കരുത്. അത് തന്നെയുള്ള മെസ്സേജാണ് അവർ തരുന്നത്. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ തരില്ല, അവർ ഇനിയും വിളിക്കില്ല എന്നുള്ളതാണ് അതിനകത്ത്. സോ ആ ക്വാളിഫിക്കേഷന് LPT ടെസ്റ്റ് ഉണ്ട്, അത് ക്വാളിഫൈ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ അതൊക്കെ നമുക്കിത് നമ്മൾക്ക് വേണ്ടത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കാണിച്ചതാണ്. നിങ്ങൾക്ക് നോക്കാം ഇനി ഇവിടെയാണ് ഇവരുടെ ടെസ്റ്റ് എങ്ങനെയാണ് വ്യത്യാസം. ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്, 2 hours ആണ്, 4 sessions, ടോട്ടൽ 100. ഇവരുടെ സെഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് 30, ബാങ്കിങ് നോളജ്, അതായത് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുടെ വർക്ക് എക്സ്പീരിയൻസ് നോളജാണിത്. അവരുടെ വർക്കിൽ നിന്നുള്ള നോളജ് നമുക്ക് സാധാരണ പഠിക്കുന്ന ബാങ്ക് എക്സ്പീരിയൻസിന് അത് കാണില്ല അതിനകത്ത്. അത് ഇതാണ് ജനറൽ അവെയർനെസ്, എക്കണോമി, അത് നമ്മുടെ. പിന്നെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഇത് രണ്ടും അവരുടെ വർക്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. സോ ഇവരുടെ ടെസ്റ്റ് വേറെയാണ്, ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. ഇത് ടെസ്റ്റ് പാസ്സായാൽ പിന്നെ സ്ക്രീനിങ്, ദെൻ ഇൻ്റർവ്യൂ, ദെൻ ലോക്കൽ ലാംഗ്വേജ്, അങ്ങനെയാണ് പോകുന്നത്. ഡ്യൂറേഷൻ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. സോ ഡിസ്ക്രിപ്റ്റീവ് ഓൾസോ ഉണ്ട് 30 minutes. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ കാര്യങ്ങളൊക്കെ. സോ ബാക്കിയെല്ലാം സെഷന്മാർക്ക് ഇല്ല എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിൽ നോട്ട് ബി മെയിൻറ്റെയിൻ ഫോർ ഓൺലൈൻ എക്സാം. ഇതൊക്കെ അതിൻ്റെ പ്രത്യേകത. കാരണം അവർക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നെഗറ്റീവ് സെഷന്മാർക്ക് ഇല്ല അതിനകത്ത്. സോ ആപ്ലിക്കേഷനൊക്കെ അതേപോലെ തന്നെ. എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് CBOയുടെ വിശേഷങ്ങൾ. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. എല്ലാം അതിനകത്ത് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സും ഒക്കെ കേരളത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. സോ എങ്ങനെയൊക്കെ ഇത് ചെയ്യണം, ഇതൊക്കെയാണ് CBOയുടെ വിശേഷം. സോ കണ്ടില്ലേ നിങ്ങളുടെ അവസരങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്ന്. നമ്മളെയൊക്കെയും വലിയൊരു പ്രതീക്ഷയുടെ മുനമ്പിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ആരെങ്കിലും പൊക്കിയിട്ട് പെട്ടെന്ന് താഴെയിട്ടിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പത്രക്കട്ടിങ് കൊണ്ട് ഉള്ള ചാനലുകൾ മൊത്തം നിറച്ച്, ഉള്ള യൂട്യൂബ് ചാനലുകളെല്ലാം നിറച്ചില്ല. കഴിഞ്ഞ വർഷവും 600, ഈ വർഷം 540. അത് ആ 600-ൽ നിന്ന് എടുത്ത 40 കൂടെ കൂട്ടിയിട്ടാണ് 540 വന്നത്. എന്തിനീ പ്രഹസനം? അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്തിന് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇതിനായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, അവരെ എന്തിന് നിരാശപ്പെടുത്തണം? സോ ഇതാണ് CBOയുടെ വിശേഷം. ഇനി നമുക്ക് നമ്മുടെ POയിലേക്ക് പോകാം. നമ്മുടെ പാവം SBI POയുടെ വേക്കൻസിയിലേക്ക്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അവിടെയും ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമുക്കതിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് പാവങ്ങളുടെ വേക്കൻസിയിലേക്ക് പോകാം. നമ്മളെപ്പോലുള്ള പട്ടിണി പാവങ്ങൾ, ഇതിനായി നോക്കിയിരിക്കുന്ന ആൾക്കാർ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് വേണ്ടി SBI അവതരിപ്പിച്ചിരിക്കുന്നു 540 വേക്കൻസി PO, പ്രൊബേഷണറി ഓഫീസർ. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എച്ചിൽ കഷ്ണമാണേലും നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. വരാം നമുക്ക്. SBI എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര സെറ്റപ്പാണ് അതിനകത്ത്. നോക്കട്ടെ. കണ്ടില്ലേ, അവാർഡൊക്കെ കിട്ടി. ഭയങ്കര സെറ്റപ്പ് അവാർഡൊക്കെയാണ്. ബട്ട് വർക്കിംഗ് അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ സ്വപ്നമാണ്, ഞങ്ങളുടെ കുട്ടികളുടെ സ്വപ്നമാണ് ഇങ്ങനെയുള്ളൊരു ബാങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. ആ സ്വപ്നത്തെയാണ് നിങ്ങൾ തച്ചുടയ്ക്കുന്നത് SBI എന്ന് മാത്രമേ ഞാൻ പറയൂ അതിനകത്ത്. സോ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് സാധാരണ വിശേഷങ്ങളൊന്നും ഞാൻ പറയാറില്ല. എങ്ങനെ അപ്ലൈ ചെയ്യണം കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കറിയാം, നിങ്ങളതൊക്കെയും കേട്ട് മടുത്താണ്. നമുക്ക് മെയിൻ ഡേറ്റ്സ് നോക്കാം. എക്സാം എങ്ങനെയാണ്, എക്സാമിൻ്റെ മാറ്റങ്ങൾ വന്നായിരുന്നു കഴിഞ്ഞ വർഷം, സെയിം തന്നെയാണ്. പക്ഷേ ഞാനതൊന്നും കൂടെ പറയും കാര്യങ്ങൾ. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഇത് ചെയ്യും. 24-ാം തീയതി തൊട്ട് ആപ്ലിക്കേഷൻ തുടങ്ങി അതിൻ്റെ കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. സോ
നിങ്ങൾക്ക് അതിനകത്ത് കരിയേഴ്സും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ഇതിലേക്ക് ഇടും ഞാൻ. എല്ലാ നിങ്ങളുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. പിന്നെ OBC കാറ്റഗറി, എന്ത് കാറ്റഗറി റിസർവേഷൻ ആണെങ്കിലും അതിൻ്റെ ഇത് മേടിക്കുക. പിന്നെ ഒരു കാറ്റഗറി റിസർവേഷൻ ചേഞ്ച് പറ്റില്ല. ഈ കാര്യങ്ങളെല്ലാം ജോലിയുള്ളവർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് വേക്കൻസിയിലേക്ക് വരാം. നോക്കുക, വേക്കൻസി കണ്ടല്ലോ, 541. ഈ വർഷത്തെ റെഗുലർ വേക്കൻസീസ് 500. നോക്കിയേ, ബാക്ക്ലോഗ് വേക്കൻസീസ് തന്നെ കഴിഞ്ഞ വർഷം ഫില്ലാകാതെ കിടക്കുന്ന, കഴിഞ്ഞ വർഷം 600 വേക്കൻസി, അതിൽ 41 അവർ ഫില്ല് ചെയ്തിട്ടില്ല. അതിനർത്ഥം അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറി 203, EWS 50, 135. മനസ്സിലായോ? അണ്ടർ നോട്ടഡ് വേക്കൻസീസ് ആർ പ്രൊവിഷണൽ ആൻഡ്, കണ്ടോ നോക്കുക, ഇങ്ങനെ ഒരു സാധനം അവരെപ്പോഴും കൊണ്ടിടും. അതുകൊണ്ടാണ് ഈ വേക്കൻസി തന്നെ നിങ്ങളെ നാളെ വിളിക്കണമെന്നില്ല. നിങ്ങളോർക്കും 540 നാളെ ഫില്ലാക്കുമെന്ന്. അങ്ങനെ നിർബന്ധമൊന്നും SBIക്ക് ഇല്ല മക്കളെ. അവർക്കൊരു സ്റ്റാൻഡേർഡുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ നിങ്ങളെ എടുക്കണമെന്ന് നിർബന്ധമില്ല. മേ ബി 250 പേരെ ആ ക്രൈറ്റീരിയ ഫില്ലാവുന്നുള്ളൂ. അവർ 250 പേരെ ഇടും, ബാക്കി ബാക്ക്ലോഗ് ഇടും. സോ അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, എല്ലാവരെയും എടുക്കുമെന്നുള്ള ഇത് പ്രതീക്ഷിക്കരുത്. സോ ഡീറ്റെയിൽസ് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് ദെൻ നമുക്ക് ഡേറ്റ്സിലേക്ക് കിടക്കാം. ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്. ഓക്കെ, ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു 24/6/14. നിങ്ങൾക്ക് ജൂലൈ 14 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനകത്ത് പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസ് അത് തന്നെ. അതിലേക്ക് 3rd to 4th week of ജൂലൈ, അവിടെയാണ് പ്രിലിംസ് വരുന്നത്. ഏകദേശം 27 വരും. 27 ജൂലൈ, അതായത് CBO 20th ജൂലൈ ആകാം, PO 27th ജൂലൈ ആകാനാണ് ചാൻസ്. പിന്നെ ഓഗസ്റ്റിലും വരും. അതിനകത്ത് ദെൻ പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ വരും. മിക്കവാറും ഓഗസ്റ്റ് അവസാനത്തേക്ക് അത് വരും. അതിനകത്ത് മെയിൻ എക്സാമിനേഷൻ കോൾ ലെറ്റർ ഓഗസ്റ്റ് വരും. സെപ്റ്റംബറിലായിരിക്കും മെയിൻ എക്സാമിനേഷൻ വരുന്നതെന്ന് കണ്ടു. അപ്പോൾ ആദ്യം SBI വരും, അത് കഴിഞ്ഞ് IPS വരും ഇപ്പോഴത്തെ ഇതനുസരിച്ച്. സോ എക്സാമുകൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും. മെയിൻ എക്സാമിനേഷൻ്റെ റിസൾട്ട് സെപ്റ്റംബർ ഒക്ടോബർ വരും. ഫേസ് 3 കോൾ ലെറ്റർ ഒക്ടോബർ. അതായത് ഫേസ് 3 2 3 4 ഫേസ് അല്ലേ, 3 ഫേസ് ഉണ്ട്. ഫസ്റ്റ് പ്രിലിംസ്, ദെൻ മെയിൻസ്, തേർഡ് ഫേസ് 3 ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടെങ്കിൽ അതും കാണും. തേർഡ് ഇത് സൈക്കോമെട്രിക്ക്, ആൻഡ് അടുത്തത് ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് എക്സസൈസ്, അങ്ങനത്തെ ഇതാണ് വരുന്നത്. സോ ഫേസ് 3ക്ക് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്റർ ഒക്ടോബർ 3. അതായത് ഫേസ് 3 എന്ന് പറഞ്ഞാൽ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇതിലും പാസ്സാകും. സൈക്കോമെട്രിക് ടെസ്റ്റ് പാസ്സാകണ്ട, അത് നിങ്ങൾക്ക് പാസ്സാകാനുള്ള ഇതല്ല. അത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്നറിയാനുള്ളൊരു ടെസ്റ്റ് മാത്രം. അത് മെയിൻസ് എക്സാമിനേഷൻ പാസ്സാകുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഉള്ളത്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് എക്സസൈസ്. അത് മോസ്റ്റ്ലി ഒക്ടോബർ നവംബറിലേക്ക് ഇത് രണ്ടും കാണും. സൈക്കോമെട്രി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. സോ ഫൈനൽ റിസൾട്ട് നവംബർ ഡിസംബറിൽ തന്നെ കഴിയുന്നുണ്ടാകും. പിന്നെ കാര്യങ്ങളെല്ലാം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മെയിൻ ഇത്. സോ നവംബർ ഡിസംബറോട് കൂടി SBI PO ആരാണെന്ന് നിങ്ങൾക്കൊരു SBI PO കിട്ടുമോ ഇല്ലയോ, ഈ 500 പേര് നിങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള വിശേഷം നിങ്ങൾക്കറിയാൻ പറ്റും. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതൊക്കെയാണ് മെയിൻ ഡേറ്റ്സ്. ഇനി എന്താ വിശേഷം? നമ്മൾ സാധാരണ പറയാറുള്ളത് തന്നെ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എലിജിബിലിറ്റി ക്രൈറ്റീരിയ 21 years. ഇവിടെ 21 years പറയുന്നതിനൊരു അർത്ഥമുണ്ട്. 21 yearsഉം 30 yearsഉം ആയിരിക്കണം. അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഡേറ്റ്സ് ആണ് അതിനകത്ത് വരേണ്ടത്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്താ മെയിനായിട്ട് നമ്മളിതെല്ലാം നേരത്തെ കാണാറുള്ള. റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ഇത് ചെയ്യുന്നു. എസൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, എനി ഡിഗ്രി. അതിനകത്ത് കണ്ടോ, ഇവിടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. പോസ്റ്റ് അക്കാഡമിക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടില്ല റിസർവേഷൻ ഉള്ളവർക്ക്. അങ്ങനെ ദെൻ ലോക്കോമോട്ടർ ഡിസേബിലിറ്റീസ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം എല്ലാ ഇതിലും കാണുന്നതുകൊണ്ടാണ് ഞാനത് ഇത് ചെയ്യാത്തത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്ന് നോക്കിയിട്ട് അതിന് കോഡ് വേണം അപ്ലൈ ചെയ്യാനെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്.
അത് ഓർക്കുക, അതിനാക്കാം. പിന്നെ സ്ക്രൈബിൻ്റെയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതിലേക്ക് വരാം. സോ SBI മാറ്റങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ വർഷം വന്നത്. പ്രിലിംസിൻ്റെ ഇതേ അവർ മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഒരു ഇംഗ്ലീഷ് നല്ലപോലെ അറിയാവുന്ന ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾ SBIയുടെ പ്രിലിംസ് പാസ്സാവുകയുള്ളൂ. അത് തീർച്ചയാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തോളുക. പണ്ട് അങ്ങനെ അല്ലായിരുന്നു വിശേഷങ്ങൾ. അത് മാത്സ് റീസണിങ് നല്ലപോലെ അറിയാമെങ്കിൽ ഇംഗ്ലീഷ് ഇച്ചിരി മോശമാണെങ്കിലും പറ്റുമായിരുന്നു. ഇനി അങ്ങനെയല്ല, നിങ്ങൾ എല്ലാത്തിനും തുല്യമായിരിക്കണം. അതെപ്പോഴും ഓർത്തോളുക. സോ നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ 40 ക്വസ്റ്റ്യൻ 40 മാർക്കിലേക്ക് കൂട്ടി. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാർക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35-ൽ നിന്ന് 30 ചുരുക്കി. ഇംഗ്ലീഷ് 30-ൽ നിന്നാണ് 40 ആക്കിയത്. റീസണിങ് 30-ലേക്ക് കുറയ്ക്കും. ടോട്ടൽ 100 മാർക്സ്, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. ഉണ്ടോ? സെഷൻ വൈസ് കൊടുത്തിട്ടില്ല. അവർ പറയും വേർ വിൽ ബി നോ സെഷന് കട്ട് ഓഫ് ഇൻ പ്രിലിമിനറി എക്സാമിനേഷൻ. നിങ്ങളെല്ലാം കൂടെ പാസ്സായാൽ മതി. ഓരോന്നിനും 20 മിനിറ്റ് ഉണ്ട്. പക്ഷേ എല്ലാം കൂടെ പാസ്സാകണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് നല്ലപോലെ സ്കോർ ചെയ്യണം. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. നല്ലൊരു റീഡറിന് മാത്രമേ SBIയുടെ ഇപ്രാവശ്യത്തെ പ്രിലിംസ് പാസ്സാകാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ മാത്സ് റീസണിങ് ആണെങ്കിലും അതിനൊരു പരിധിയുണ്ട്. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് നല്ലപോലെ അറിയാവുന്നവൻ ഈ 40 സ്കോർ ചെയ്യാൻ പറ്റുമവൻ, ഇല്ലെങ്കിൽ 30 മിനിമം സ്കോർ ചെയ്യാൻ പറ്റും. അതോടുകൂടി അവൻ നല്ല രീതിയിൽ പാസ്സാകുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ടെക്നിക്ക് വരുന്നത്. സോ പ്രിലിംസിന് അങ്ങനെ മാറ്റങ്ങൾ, കഴിഞ്ഞ വർഷത്തെ മാറ്റങ്ങൾ തന്നെ. ഇനി phase 2 മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസിന് എന്താണെന്ന് നോക്കാം. ഓൺലൈനാണ്, 200 മാർക്കിനാണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കൊണ്ട് 50 മാർക്കിന്. സോ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 200-നും ഡിസ്ക്രിപ്റ്റീവ് 50 മാർക്കിനുമാണ് ഉള്ളത്. നിങ്ങൾ മെയിൻ ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിസ്ക്രിപ്റ്റീവും ഉണ്ടാകും. അതാണ്. സോ ഇവിടെ റീസണിങ് വരുന്നു. 40 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്. റീസണിങ്ങിന് വെയിറ്റേജ് കൂടുതലാണ്. 40 ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ 60 മാർക്കാണ്. സോ വെയിറ്റേജ് കൂടുതലാണ്. 50 മിനിറ്റ് ഉണ്ട്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഹയർ ലെവല് മാത്സ് ആണ്. 30 ക്വസ്റ്റ്യൻസ്, ഓരോന്നിനും 2 മാർക്ക് വെച്ചാണ്. 60. കണ്ടോ? ഇവിടെ വന്നപ്പോൾ മാത്സിൻ്റെ റീസണിങ്ങിൻ്റെയും വെയിറ്റേജ് കൂടി. അപ്പോൾ മെയിൻസ് പാസ്സാണെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? മാത്സ് റീസണിങ്ങും പഠിക്കണം. പ്രിലിംസ് പാസ്സാണെങ്കിൽ എന്ത് പഠിക്കണം? ഇംഗ്ലീഷ് പഠിക്കണം. ഇനി താഴോട്ട് വരാം. ജനറൽ അവയർനെസ് അവർ മാർക്ക് കൂട്ടി 60. കണ്ടോ? അപ്പോൾ മെയിൻസ് പാസ്സാണെങ്കിൽ എന്തും കൂടെ പഠിക്കണം? GKയും പഠിക്കണം. ടോട്ടലി നിങ്ങൾ എല്ലാത്തിലും മിടുക്കരായാൽ മാത്രമേ SBI PO പാസ്സാവൂ എന്നർത്ഥം. പണ്ടങ്ങനെ അല്ലായിരുന്നു. സെഷൻ കട്ട് ഓഫ് ഇല്ലാത്തടത്തോളം കാലം SBI PO സുഖമായിട്ട് പാസ്സാകും. താഴോട്ട് നോക്കിയേ. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ 20 മാർക്ക്, അതായത് അര മാർക്കേ ഉള്ളൂ. ഇവിടെ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം അവർ കുറച്ചു. കാരണം ഓൾറെഡി നീ ഇംഗ്ലീഷ് നല്ല ആളാണ്. അപ്പോൾ നീ ഇംഗ്ലീഷ് മാത്രമായിട്ട് അങ്ങനെ ജയിക്കണ്ട, നീ മറ്റേതും കൂടെ ഒക്കെ പഠിച്ചിട്ട് വാ, അപ്പോൾ നമുക്ക് SBI PO കിട്ടും. അതാണ് അവരുടെ ഇത്. നോക്കിയേ, 107 ക്വസ്റ്റ്യൻ 200 മാർക്ക്. പക്ഷേ ഇംഗ്ലീഷിന് വേറൊരു ഗുണം അവർക്കുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അവർ സാധാരണ ലെറ്റർ എസ്സേയൊക്കെയാണ്. എന്നാൽ SBI അത് മാറ്റിയിട്ടുണ്ട്. ഇത് പ്രാക്ടിക്കൽ നോളജ്. നിങ്ങൾക്കൊരു ബാങ്കിൽ ചെല്ലുമ്പോൾ എന്താണോ ആവശ്യം അതാണ് വേണ്ടത്. ഇമെയിൽ, റിപ്പോർട്ട്, അതായത് നിങ്ങളൊരു വർക്ക് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ ഇമെയിൽ അയക്കാൻ പഠിക്കണം, റിപ്പോർട്ട് അയക്കാൻ പഠിക്കണം, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രസീവ് റൈറ്റിംഗ്, ഇതൊക്കെ ഈ പ്രാക്ടിക്കൽ നോളജാണ്. ഇത് 50 മാർക്കിനുണ്ട്. സോ അവിടെ ഇംഗ്ലീഷിൻ്റെ ഗുണം നിങ്ങളെ രക്ഷിക്കും. നോക്കിയേ, ഒരു മെയിൻസ് പരീക്ഷയിൽ നിങ്ങൾ എല്ലാത്തിനും മിടുക്കരാണെങ്കിൽ മാത്രമേ ഈ മെയിൻസ് പാസ്സാകത്തുള്ളൂ. അത് തീർച്ചയാണ്. സോ ടോട്ടൽ 250 മാർക്ക്. ഇമെയിൽസ് കമ്പൽസറി പറഞ്ഞിട്ടുണ്ട് അവർ. ഇമെയിലൊക്കെ കമ്പൽസറിയാണ് എഴുതേണ്ടത്. 1 out of 2 ഓപ്ഷൻ. റിപ്പോർട്ട്സ് കമ്പൽസറിയാണ്. 1 out of 2 ഓപ്ഷൻ. എയ്തർ സിറ്റുവേഷൻ അനാലിസിസ് ഓർ പ്രസീവ് റൈറ്റിംഗ്. അങ്ങനെ 3 എണ്ണമാണ് ഇത് ചെയ്യേണ്ടത്. ദെൻ സെഷൻ കട്ട് ഓഫ്. ഇതിനകത്ത് നോക്കുക. ഈച്ച് കാൻഡിഡേറ്റ് ഹാവ് ടു സ്കോർ എ മിനിമം സ്കോർ ഇൻ ഈച്ച് ടെസ്റ്റ്. അതായത് നിങ്ങൾ മാത്സിന് 0 മേടിച്ചിട്ട് ഇംഗ്ലീഷ് റീസണിങ്ങും GKയും കൊണ്ട് ജയിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ റീസണിങ് കൊണ്ട് സ്കോർ ചെയ്ത് ഇംഗ്ലീഷ് അറിയത്തില്ല, GKയും ഇംഗ്ലീഷും മാത്സ് കൊണ്ട് ജയിക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എല്ലാത്തിനും മിടുക്കരായിരുന്നാൽ മാത്രമേ പറ്റൂ.
പറ്റും. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് നോക്കുക അതിനകത്ത്. സോ മിനിമം അഗ്രിഗേറ്റ് ക്വാളിഫയിങ് സ്കോർ അവരിത് ചെയ്യും 3 ടൈംസ്. അതായത് മെയിൻസ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിലേക്ക് ഇൻറ്റു 3 ആൾക്കാരെയാണ് എടുക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ സൈക്കോമെട്രി ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ്, പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇതാണ് phase 3. നമ്മളല്ലേ സൈക്കോമെട്രി ടെസ്റ്റ് ഒരു ടെസ്റ്റ്, ഇതല്ല മാർക്കുള്ളതല്ല. എന്നാൽ ഗ്രൂപ്പ് എക്സസൈസ് 20 മാർക്ക്, ഇൻ്റർവ്യൂ 30 മാർക്ക്, ടോട്ടൽ 50 മാർക്ക്. ഗ്രൂപ്പ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് GD യും വരും, ഗ്രൂപ്പ് എക്സസൈസും വരും, 2 എണ്ണമാണ് അതിനകത്ത് ഉള്ളത്. ദെൻ കണ്ടില്ലേ സൈക്കോമെട്രി ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത് നോക്കുക. ബാങ്ക് വിൽ കണ്ടക്ട് സൈക്കോമെട്രി ടെസ്റ്റ് ഫോർ പേഴ്സണാലിറ്റി പ്രൊഫൈലിംഗ് of those candidates who will be shortlisted for phase 3. Findings of the test may be placed before the interview panel for having a thorough perspective on the candidates. ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് പേഴ്സണാലിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. സോ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നതിന് മുമ്പേ അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ മേശപ്പുറത്ത് നിങ്ങൾ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് അവിടെ കാണും. അതുവഴി മനസ്സിലാകും നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്. അതുവഴി അവർക്ക് നിങ്ങളെ നല്ലപോലെ അനലൈസ് ചെയ്യാനും പറ്റും. പക്ഷേ അതിന് മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനാണ് മാർക്കോ കാര്യങ്ങളുള്ളത്. സോ ഇത് 50 മാർക്കിലേക്ക് വരും. ഇനിയും താഴേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ലാസ്റ്റ് ഇതിലേക്ക് അവർ വരുന്നത്, നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ചോദ്യം. നോക്കിയേ, മെയിൻസ് എക്സാമിനേഷൻ്റേത് 250 മാർക്ക്, ഗ്രൂപ്പ് എക്സസൈസിൻ്റേത് 50 മാർക്ക്, ടോട്ടൽ 250 + 50 300. എന്നാൽ 300-ലല്ല നിങ്ങൾക്ക് ലാസ്റ്റിൽ മാർക്ക് വരുന്നത്. ഈ 250-നെ അവർ 75-ലേക്ക് കൺവേർട്ട് ചെയ്യും, ഈ 50-നെ അവർ 25-ലേക്ക് കൺവേർട്ട് ചെയ്യും. സോ 75:25 അതാണ് കാര്യം. സോ ടോട്ടൽ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾ ക്വാളിഫയിങ് 100, അതാണ് ഇത് ചെയ്യുന്നത്. ഈ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു 44 സംതിങ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ 100-ൽ 144, ഇതെല്ലാം കൂടെ കൂട്ടി 44 സംതിങ് ഒക്കെ ആയിരുന്നു. 38 ഉണ്ടായിരുന്നു. ഓരോ കാറ്റഗറി അനുസരിച്ച് ജനറലിന് ഏകദേശം എനിക്ക് തോന്നുന്നു 42 ഒക്കെ ആയിരുന്നു. സോ അതായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇതിലേക്ക് അറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾ എല്ലാത്തിലും മിടുക്കരായിരിക്കണം. എല്ലാത്തിലും മിടുക്കരല്ലെങ്കിൽ മിടുക്കരാകാൻ ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് SBI PO കിട്ടുകയുള്ളൂ. കാരണം അതുപോലെ കോമ്പറ്റീഷനും ആളുകൾ ഇതിനു വേണ്ടി ചത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട്. അതിനുവേണ്ടി തന്നെ നോക്കിയിരുന്നാൽ നമ്മൾക്കത് കിട്ടുകയും ചെയ്യും. സോ നമുക്ക് ബാക്കി റിസൾട്ട് പബ്ലിക്കേഷനൊക്കെ അവർ എല്ലാം ചെയ്തോളും. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കാര്യങ്ങൾ സാധാരണയുള്ള കാര്യങ്ങളും ഉള്ള. ഇനി നമുക്ക് എന്താ ഇതിനകത്ത് ഇവിടേക്ക് വരാം. നമുക്ക് താല്പര്യമുള്ളതിലേക്ക് വരാം. എന്തുകൊണ്ട് ആളുകൾ SBI PO എടുക്കുന്നു? എന്തുകൊണ്ട് ആളുകൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ബാങ്ക്, അതുകൂടാതെ നിങ്ങൾ ഇതിലേക്ക് നോക്കുക. ബേസിക് പേ 48,000 +4 അഡ്വാൻസ്, അതങ്ങനെ അവരുടെ രീതിയിലേക്ക് മാറും. പിന്നെ അതുകൂടാതെ എലിജിബിൾ ഫോർ DA, HRA, CCAP എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കാണാം. അതാണ് അവർ പറഞ്ഞത്. ഇനിയും അപ്രോക്സിമേറ്റ് CTC അറ്റ് ഇനിഷ്യൽ സ്കെയിൽ ഓഫ് പേ അറ്റ് മുംബൈ സെൻറ്റർ ഈസ് 20.43 lakh. അതായത് CTC മീൻസ് കോസ്റ്റ് ടു ദ കമ്പനി. ഇതെല്ലാം കൂടെ കൂട്ടി നിങ്ങൾ മുംബൈയിലാണെങ്കിൽ, മുംബൈയാണ് ഏറ്റവും വലിയ മെട്രോയിലുള്ളവർക്ക് HRA അലവൻസ് കൂടുതലായിരിക്കും. ഒരു ഗ്രാമത്തിൽ അത് 10,000 ആണെങ്കിൽ നിങ്ങൾ കൊച്ചി പോലുള്ളതിലേക്ക് വരുമ്പോൾ 20 ആകും. മുംബൈ പോലുള്ളപ്പോൾ ചിലപ്പോൾ അവിടുത്തെ റെൻറ്റിനനുസരിച്ചായിരിക്കും, ചിലപ്പോൾ 40 രൂപ ആയിരിക്കും. അപ്പോൾ ഒരാൾക്ക് 20.43 / 12 ഏകദേശം എത്ര വരും? 160-70 വരും ഒരാളുടെ സാലറി ഒരു മാസത്തെ. അത് മുംബൈ ആയതുകൊണ്ട്. നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ അത് 1 lakhനടുത്ത് വരും. എന്നാലും ഏറ്റവും വലിയ സാലറിയാണ് SBIയിൽ കിട്ടുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏതോ ഒരു ബാങ്കിനെ എടുത്തപ്പം കണ്ടു 6.73 ആയിരുന്നു lakhs ടോട്ടൽ CTC. ഇവിടെ എത്രയാണ്? 20.43 ആണ്. നിങ്ങളല്ലാതെ 1 ലക്ഷം രൂപ മേടിച്ചാൽ തന്നെ 12 point ആയി. ഇതാണ് വ്യത്യാസം SBIയും ബാക്കിയുള്ളവരും തമ്മിൽ. എന്ത് ആനുകൂല്യങ്ങളും തരും, എന്തോ. അതേപോലെ നിങ്ങളെ വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ആരും വെറുതെ പൈസ തരില്ലല്ലോ. അവർക്ക് പൈസ തരുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളും കാണും. അതോർക്കുക. സോ ഇതാണ് നേരത്തെ CBIക്കും ഇത് തന്നെ സെയിം തന്നെ. ഇനി നമുക്കെന്താ കാണുന്നത്? കരിയർ പാത്തും കാര്യങ്ങളും ഒക്കെ അവർ ബോണ്ട് വാല്യൂ ഉണ്ട് 2 lakhs ടു സെർവ് ദ മിനിമം പീരീഡ് ഓഫ് 3 years. 3 വർഷം വർക്ക് ചെയ്യണം. എല്ലാവരും വർക്ക് ചെയ്തോളൂ. ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയും. 2 ലക്ഷം രൂപ ബോണ്ട് കൊടുക്കണം നിങ്ങൾ അതിന് മുമ്പേ ഇറങ്ങിപ്പോയാൽ. ഓക്കെ, ശരി.
ആപ്ലിക്കേഷൻ ഫീ ഒക്കെ സാധാരണ പോലെ തന്നെ. ട്രെയിനിങ് കാര്യങ്ങളുമൊക്കെ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ നേരത്തെ കാണുന്ന ബ്ലാ ബ്ലാ കഥ. സോ ഇതാണ് പി ഒയുടെ ഇത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് CBO SBI വിളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളം ആയതേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കാം CBO വിളിക്കാൻ SBI നിർബന്ധിതമായത്? നമുക്കതും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 3100 പേരുടെ ഓഫീസറിൻ്റെ കണക്ക് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. 2600 CBO, സർക്കിൾ ബേസ് ഓഫീസർ 540 PO, ടോട്ടൽ ആണ് 3140. അതാണ് 3000-നടുത്ത് വിളിക്കുമെന്ന് പറഞ്ഞത്. അതിനകത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് CBI ഇപ്രാവശ്യം CBO ഒന്നും കൂടെ മാത്രമല്ല LBO ഒന്നും കൂടെ നമുക്ക് പറയാം. ലോക്കൽ ബേസ് ഓഫീസറും കൂടെ ആണ്. CBO മാത്രമല്ല LBO. എന്നാൽ നമ്മൾ കണ്ടു യൂണിയൻ ബാങ്കൊക്കെ സെപ്പറേറ്റ് LBO വിളിച്ചു. 100 പേരെ കേരളത്തിൽ നിന്ന് വിളിച്ചു. അതിൽ നമുക്ക് അഭിമാനാർഹമായ നേട്ടം ഉണ്ടാക്കാനും പറ്റി. അപ്പോൾ അതൊക്കെ ഫ്രഷേഴ്സിനെയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് CBO ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, ഇത് ബാങ്കിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമ്മുടെ കയ്യിലും ഉണ്ട് കുറ്റം. ഫ്രഷേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവരൊക്കെ ഇതിനു വേണ്ടി കാര്യമായി പഠിച്ച് അങ്ങോട്ട് കയറി അതിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മടുക്കുക. ഭയങ്കര പ്രഷറാണ്, ഭയങ്കര പ്രഷർ. ഇവരുടെ വിചാരം ആരോ വെറുതെ ഇരുന്ന് കാശ് കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര പ്രഷറായിട്ട് ഇവരിതിനെ ചവിട്ടി മെതിച്ച് ഇട്ടിട്ട് പോകും. കിട്ടിയ ആ ഒരു സൗഭാഗ്യത്തിനെ അവർ ചവിട്ടി മെതിച്ചിട്ടിട്ട് പോകും. അപ്പോൾ ബാങ്ക് നോക്കുമ്പോൾ അവർക്ക് നഷ്ടം. ഒരാളെ ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ അവരുടെ നല്ല SBI എന്ന് പറഞ്ഞാൽ നല്ല ട്രെയിനിങ്ങാണ്. ആ ട്രെയിനിങ് എടുത്ത് വരണമെങ്കിൽ അവർക്ക് കുറേ പൈസ ചിലവാകും. കാരണം നിങ്ങളുടെ ഫുഡ് ഫ്രീ, താമസം ഫ്രീ, എല്ലാം ഫ്രീ. അത്രയും ഇത് വരുമ്പോൾ അവർക്ക് അത്രയും പൈസ ചിലവ്. പിന്നെ ഒരു മാൻ പവർ, അവരുടെ എഫിഷ്യൻസി. ഒരാൾ ഇട്ടിട്ട് പോകുമ്പോൾ അത് ബാക്ക്ലോഗ് വേക്കൻസി ആയിട്ട് കിടക്കും. കാരണം വെളിയിൽ നിന്ന് എടുത്ത ആളെ എടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കാരണം ഈ പുതിയ ആൾക്കാരുടെ കൊഴിഞ്ഞുപോക്ക് കൂടുതലാണെന്ന് അവർ കണ്ടെത്തി. ഇവർ അധികം പേര് നിൽക്കുന്നില്ല. കൂടുതൽ പേര് നിൽക്കുന്നുണ്ട്, എന്നാൽ കുറേ പേര് കൊഴിഞ്ഞുപോക്കുണ്ട്. ഇവരൊക്കെയും ഒരു ടെൻഷനും ജീവിതത്തിൽ എടുക്കാത്തവരാണ്. അവർക്കൊക്കെ എന്ന് വെച്ചാൽ സുഖജീവിതം, എന്നാൽ നല്ല പൈസയും കിട്ടണം എന്നുള്ള ഇതുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ള ഒരു കാരണമാണ് SBI ഇങ്ങനെ CBO എന്നൊരു പോസ്റ്റിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു 3-4 വർഷം 3 years കണ്ടേ ആയിട്ടുള്ളൂ ഇതിലേക്ക് വന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇത് നഷ്ടമാണ്, ഇങ്ങനെയുള്ളവരെ നഷ്ടമാണ്. കാരണം ഇവർക്കൊരു എക്സ്പീരിയൻസ് പോലും ഇല്ല, എന്നിട്ട് ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നല്ല നമ്മൾ പറയില്ലേ അടിച്ചു നിൽക്കുന്ന ആൾക്കാരെ എടുത്താൽ എങ്ങനെയാണ് അവർക്ക് ഗുണം? SBI മാറിക്കൊണ്ടിരിക്കുക, പണ്ടത്തെ പോലെയല്ല. ഉദാസീനമായി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിങ്ങിലേക്ക് വരികയാണ്, അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ HDFC ICICI പോലുള്ള ബാങ്കുകളുമായി കിടപിടിച്ച് നിൽക്കുന്നവരാണ്. നല്ല ഗ്രോത്ത് റേറ്റ് വേണം. അതിനായി അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ പിരിഞ്ഞു പോയാൽ നടക്കില്ല. ഇവരെ ട്രെയിൻ ചെയ്തെടുക്കണം, അങ്ങനത്തെ ഇതൊക്കെയും വരും. സോ ഒരാൾ ട്രെയിൻ ചെയ്തെടുത്താലും അയാൾ പുതിയ ഒരാളൊരു ഇതായി വരാൻ 1 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ അവർ നോക്കിയപ്പോൾ വെളിയിൽ പ്രൈവറ്റ് ബാങ്കുകളായ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള അവിടെ വർക്ക് ചെയ്യുന്നവർ പ്രഷറി വർക്ക് ചെയ്യുന്നവരാണ്. അവർ ഇതുമായിട്ട് യൂസ്ഡാണ്, ബട്ട് അവർ നല്ല എഫിഷ്യൻസിയിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ SBI നോക്കിയപ്പോൾ അവരെ എടുക്കുന്നതല്ലേ ഇച്ചിരി ഒരു ലാഭം. കാരണം ട്രെയിനിങ് കൊടുക്കണ്ട, ഓൾറെഡി ട്രെയിൻഡാണ്. പിന്നെ പ്രഷറിൽ നിന്നോളും. മനസ്സിലായി, വേറെ പരാതികളൊന്നുമില്ല. കാരണം അവർക്ക് HDFC ICICI എന്നുള്ളതിൽ നോക്കുമ്പോൾ അവരുടെ സാലറി വെറും 40 രൂപ കൂടി വന്നാൽ ഇത് 1 ലക്ഷമാണ്. സ്റ്റാർട്ടിങ് സാലറി ബേസിക്കാണ് 48,000. വേറെ കുറേ ആനുകൂല്യങ്ങളുണ്ട്. 1 ലക്ഷം 40,000 നിന്ന് 1 ലക്ഷം എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വാല്യൂ. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇത് വെറുതെ പഠിച്ചു കയറുമ്പോൾ 90,000 1 ലക്ഷം കൊടുത്താൽ അവർക്ക് വലിയ വാല്യൂ ഇല്ല. ഇവരുടെ വിചാരം എല്ലാ ബാങ്കുകളിലും ഇങ്ങനെയാണ്. എന്നാൽ വേറെ ബാങ്കിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കുമ്പോൾ അവർ വാല്യൂ ചെയ്യും. അപ്പോൾ അവർ കൂടുതൽ വർക്ക് ചെയ്യും. അപ്പോൾ SBI നോക്കുമ്പോൾ അങ്ങനെയുള്ളവരെ എടുക്കുന്നതല്ലേ ലാഭം. അതാ ഞാൻ പറഞ്ഞ SBI കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മൾ ആ വാർത്ത തെറ്റായി വായിച്ചു. അതാണ് അവരതിന് ഓഫീസേഴ്സ് ആൻഡ് ലോക്കൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ, ആ ലോക്കൽ ഓഫീസർ എന്ന് പറയുന്നത് ഇവരാ CBO എന്നുള്ള. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാം, 2 വർഷം എക്സ്പീരിയൻസ് വേണം. എന്നാൽ സാധാ PO അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് വേണ്ട. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം.
എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫലത്തിൽ ഇത് രണ്ടും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മളെപ്പോലുള്ള പാവങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികൾ അവർക്ക് ഇത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൽ പകുതി പേരും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരും കാണും. അപ്പോൾ മൊത്തത്തിൽ ഇത് അള്ളിയെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് SBI-POയ്ക്ക് ഇപ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനല്ല, ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാം. അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ വാർത്തകൾ കാണുമ്പോൾ ദയവ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം ആനന്ദിക്കുക. അതിനു മുമ്പ് വെറുതെ അമിതമായ ആവേശമോ പ്രതീക്ഷകളോ കൊടുക്കരുത്. 500 ഇഷ്ടം വേക്കൻസി എന്ന് പറയുമ്പോൾ നല്ല മത്സരമായിരിക്കും. നല്ല മത്സരം, നല്ലപോലെ വർക്ക് ചെയ്യുന്ന ആൾക്ക് അത് കിട്ടൂ എന്ന് ഞാൻ ഇപ്പം തന്നെ ഉറപ്പിച്ച് പറയാം. വെറുതെ പ്രതീക്ഷകൾ എനിക്ക് SBI-PO ആകണമെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ അതിനായി നമ്മളെ ഒരുക്കണം, അതിനായി മാറുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ SBI-PO നമ്മുടെ അനുഭവം എന്താണെന്ന് ഇതാണ്. സോ ഇതാണ് CBOയും POയും എന്താണ് 3000 പേരെ എടുത്തതിൻ്റെ വ്യത്യാസം ഇതാണ്. നമ്മൾക്ക് ആക്ച്വലി പറ്റുന്നത് ഈ 540 വേക്കൻസിയിൽ ഓരോ കാറ്റഗറി അനുസരിച്ചുള്ള ഇതാണ്. സോ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ നമ്മുടെ മുന്നിൽ അവസരങ്ങളുടെ പെരുമഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. IPS-നേക്കാൾ നമ്മൾ കലണ്ടർ ഓൾറെഡി പറഞ്ഞു IPS-ൻ്റെ, പക്ഷേ IPS-നേക്കാൾ തൊട്ട് മുമ്പേ ഞാൻ അന്നേ പറഞ്ഞു SBI വരാനുള്ള ചാൻസ് ഉണ്ട്. SBI അതേപോലെ വന്നിരിക്കുന്നു. ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ എക്സാമിനേഷൻ മഴ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നമ്മൾ ഡിസംബർ തൊട്ട് വരെയും എൻഗേജ്ഡാണ് IPS SBI ആയിട്ട്. ദെൻ ജനുവരി, ഡിസംബർ തൊട്ട് RRB നമ്മൾ എൻഗേജ്ഡാണ്, അത് ഓർത്തോളുക. സോ അപ് ടു ഫെബ്രുവരി വരെയും ഇനിയുള്ളത് പരീക്ഷാക്കാലമാണ്. ആരാണ് നല്ലപോലെ ഒരുങ്ങുന്നത് അവർക്കേ കിട്ടും. നല്ലപോലെ ഒരുങ്ങുന്നതെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും ഓരോ സ്ട്രാറ്റജിയാണ്. ഞാനിപ്പോൾ SBIയുടെ കാണിച്ചു, അതിൻ്റെ സ്ട്രാറ്റജി വേറെ, IPS-ൻ്റെ വേറേത്. സോ എല്ലാത്തിനും നിങ്ങൾ മിടുക്കരാകണം. നിങ്ങൾ ഏതാണോ വീക്ക് പോയിൻ്റ് അത് നിങ്ങൾ നന്നാക്കിയെടുത്തേ പറ്റൂ. ആ നന്നാക്കിയെടുക്കലാണ് നിങ്ങളെ നിങ്ങളുടെ ഡ്രീമിലേക്ക് നയിക്കുന്നതെന്ന് ഓർക്കുക. അല്ലാതെ വെറുതെ മാറി നിന്ന് ദിവാസ്വപ്നം കണ്ടാൽ അതൊരിക്കലും ബലവത്തിലേക്ക് വരില്ല. ഡേ ഡ്രീമിങ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, അതെപ്പോഴും നിങ്ങൾ ഓർത്തോളുക. സോ അതിനായി വർക്ക് ചെയ്യുക. SBI അത്രമാത്രം നമ്മുടെ ഒരു ഡ്രീം പോസ്റ്റാണ്. IPS മോശമല്ല, എന്നിരുന്നാൽ പോലും SBI ആണ് നമ്മുടെ എയിം. ഏറ്റവും വലുത് എയിം ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കിട്ടും. അതിനായി നിങ്ങൾ നല്ലപോലെ പ്രവർത്തിക്കുക. സാധ്യമാണ് എന്ന് വിചാരിക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റും. അത് നിങ്ങൾ വിചാരിച്ച് വർക്ക് ചെയ്താൽ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്നിരുന്നാലും ഞാൻ ചോദിച്ചു പോവുകയാണ് SBIയോട്, എന്നടാ പണി വെച്ചിരിക്കുക, നീ ഞങ്ങളെ ഏമാത്തി. അത്രമാത്രമേ ഉള്ളൂ എനിക്കിതിനകത്ത് പറയാൻ. ഇനി ഈ ചതി മേലാൽ ആരോടും ചെയ്യരുത്. നിങ്ങൾ ഈ ചതിയിൽ പെടുകയും ചെയ്യരുത്. ആരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇത്രയും പേരെ വിളിക്കും, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം വിശ്വസിക്കുക. സത്യം പറയുന്നവർ കുറവായിരിക്കും. സത്യം ചിലപ്പോൾ നിങ്ങൾക്ക് അപരിചിതമായിരിക്കും, എങ്കിലും സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി കാണുന്നത് വരെ വണക്കം, ബൈ.